ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും പിന്നാലെ മോഡൽ സൗമ്യയും ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. എന്തിനുവേണ്ടിയാണ് തന്നെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയതെന്ന് അറിയില്ലെന്നും എന്നാൽ ശ്രീനാഥ് ബാസിയുമായും ഷൈനുമായും പരിചയമുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പാലക്കാട്ടു നിന്നുള്ള മോഡലാണ് സൗമ്യ. 3 പേരും നിലവിൽ ആലപ്പുഴ എക്സൈസ് ഓഫീസിലാണുള്ളത്. ഇന്ന് രാവിലെ 7:30 ഷൈനാണ് ചോദ്യം ചെയ്യലിന് ആദ്യം എത്തിയത്. പിന്നാലെ 8:15 ശ്രീനാഥ് ബാസിയും എത്തി. അഭിഭാഷകനൊപ്പമായിരുന്നു ശ്രീനാഥ് ബാസി എത്തിയത്. താൻ ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണെന്നും 1 മണിക്കൂർ കൊണ്ട് തന്നെ മടക്കി അയക്കണമെന്നുമാണ് ഷൈൻ എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. ബാംഗ്ലൂരിൽ നിന്നും രാവിലെ വിമാനമാർഗമാണ് ഷൈൻ കൊച്ചിയിൽ എത്തിയത്. എക്സൈസ് ആവശ്യപ്പെട്ടതിലും 2.5 മണിക്കൂർ മുമ്പ് എക്സൈസ് ഓഫീസിൽ ഷൈൻ ഹാജരായിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ചോദ്യം ചെയ്യലിനെത്തണമെന്നാണ് ഷൈൻ ചാക്കോയ്ക്ക് എക്സൈസ് നോട്ടീസ് നൽകിയിരുന്നത്. കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമയെ അറിയുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കാൻ ഷൈൻ തയ്യാറായില്ല. താരങ്ങളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യൽ. ആദ്യഘട്ടത്തിൽ ഒറ്റക്കിരുത്തിയാകും ചോദ്യം ചെയ്യുക. പിന്നീട് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഇതിനുശേഷമാകും നടന്മാർ ഉൾപ്പെടെ ഉള്ളവരെ കേസിൽ പ്രതി ചേർക്കണോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം തീരുമാനമെടുക്കുക. ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർക്കൊപ്പം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറസ്റ്റിലായ തസ്ലീമ എക്സൈസിന് നൽകിയ മൊഴി. പിന്നീട് എക്സൈസ് തസ്ലീമയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇവർ തമ്മിൽ വാട്സപ്പ് കോളുകൾ നടന്നതായി എക്സൈസ് കണ്ടെത്തിയിരുന്നു. ശ്രീനാഥ് ബാസിയുമായും വാട്സപ്പ് ചാറ്റ് നടത്തിയതായും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെളിവുകളെല്ലാം ചോദ്യം ചെയ്യലിൽ എക്സൈസിന് സഹായകമാകും. അതേസമയം 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായ പ്രതികളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികളും അന്വേഷണം നടത്തുന്നുണ്ട്. രാജ്യാന്തര തലത്തിൽ സ്വർണം, ലഹരി കടത്ത് നടത്തിയതായി വ്യക്തമായതോടെയാണ് കേസിലെ 1-ാം പ്രതി കണ്ണൂർ സ്വദേശി തസ്ലിമ സുൽത്താന, 3-ാം പ്രതി ഇവരുടെ ഭർത്താവുമായ ചെന്നൈ എണ്ണൂർ സത്യവാണി മുത്തുനഗർ സ്വദേശി സുൽത്താൻ അക്ബർ അലി എന്നിവരെക്കുറിച്ചാണ് കേന്ദ്ര ഏജൻസികൾ എക്സൈസിൽ നിന്നും വിവരം ശേഖരിച്ചത്. പ്രതികൾ മലേഷ്യയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ സംഭവത്തിൽ പ്രതികരണവുമായി തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള. വാർത്ത കേട്ട് വിഷമം തോന്നിയെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. മലയാളം സിനിമാ വ്യവസായത്തെ മുഴുവൻ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്നതാണ് പലരുടെയും പ്രവൃത്തിയെന്ന് പിള്ള കുറ്റപ്പെടുത്തി. ഇന്ന് രാവിലെ പുറത്തുവന്ന ലഹരി വേട്ടയുടെ വാർത്ത കേട്ട് വല്ലാത്ത വിഷമം തോന്നുന്നു. കാരണം ജോലി ചെയ്യാൻ ആഗ്രഹിച്ചു വന്ന ഈ ഇൻഡസ്ട്രിയെ മുഴുവൻ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്ന പ്രവൃത്തിയാണ് ഇവിടെ പലരും ചെയ്യുന്നത്. ലഹരി ഉപയോഗിക്കാതെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് ഈ മേഖലയിൽ. അവരെയും കൂടി ബാധിക്കുന്ന കാര്യമാണ് ഇത്. ഒന്ന് മാത്രം പറയാം, അഗ്നിശുദ്ധി വരുത്തി മുന്നോട്ടു പോകും സിനിമ മേഖല, അഭിലാഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്ന് വന്ന വാർത്ത തീർത്തും വേദനാജനകമാണ്. ഒരു മേഖലയെ മുഴുവൻ ചോദ്യചിഹ്നമായി നിർത്തുന്ന അവസ്ഥയാണ്. ഇതിൽ നിന്നും സിനിമാ മേഖല പുറത്തു വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. സിനിമാ സംഘടനകൾക്ക് ഇതിൽ പരിമിതികളുണ്ട്. അവർക്ക് സിനിമാ സെറ്റുകളിൽ മാത്രമേ ഇടപെടാൻ കഴിയൂ. സ്വകാര്യ സ്പേസുകളിലാണ് പലരും ഇത്തരം ലഹരി ഉപയോഗിക്കുന്നത്. അവിടെ സംഘടനകൾക്ക് ഇടപെടാൻ കഴിയില്ല. ഇപ്പോൾ ഇവർ 2 പേരും അറസ്റ്റിലായി. ഇവരുമായി അടുത്തു നിൽക്കുന്നവരെല്ലാം ചോദ്യം ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അവരെല്ലാം സംശയത്തിൻ്റെ നിഴലിലാകാം. ഇത് ഉപയോഗിക്കാത്തവരും ഇവരുടെ സൗഹൃദ വലയത്തിൽ കാണും. അവരെയും നാളെ പോലീസ് ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലെത്താം. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഉപയോഗിച്ചാൽ ബാക്കിയുള്ളവരും സംശയത്തിൻ്റെ നിഴലിലാകും. കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. അങ്ങനെ തയ്യാറുള്ളവർ മുന്നോട്ട് വരട്ടെ എന്ന് അഭിലാഷ് പിള്ള പറഞ്ഞു. മുമ്പ് ഒരു സിനിമാ ലൊക്കേഷനിൽ കഥ പറയുന്നതിന് പോയപ്പോൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം അദ്ദേഹം പങ്കുവച്ചു. എൻ്റെ സിനിമാ ലൊക്കേഷനുകളിൽ ഇത്തരം ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ ഒന്നുമില്ല. എന്നാൽ ഞാൻ ഒരു നടനോട് കഥ പറയുന്നതിന് മറ്റൊരു ലൊക്കേഷനിൽ പോയപ്പോൾ ഇത്തരമൊരു അനുഭവമുണ്ട്. കഥ പറയുന്നതിന് ഞാൻ കാരവനിൽ കയറിയപ്പോൾ ഈ നടനും സുഹൃത്തുക്കളും ഇരിപ്പുണ്ട്. അതിനുള്ളിൽ പുക നിറഞ്ഞിരിക്കുകയായിരുന്നു. ആ പുക എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അത്തരമൊരു അന്തരീക്ഷത്തിൽ ഇരുന്ന് കഥ പറയാൻ കഴിയില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ പല ലൊക്കേഷനുകളിലും കഥ പറയാൻ പോകുമ്പോൾ അവിടെയുള്ള ടെക്നീഷ്യന്മാരും നിർമ്മാതാക്കളും ചില കഥകൾ പറയാറുണ്ട്. പലപ്പോഴും ലൊക്കേഷനുകളിൽ മിണ്ടാതിരിക്കുന്നത് സിനിമ നിന്നുപോകും എന്ന അവസ്ഥ കൊണ്ടാണ്, ഗതികേട് കൊണ്ടാണ് പലരും മിണ്ടാതെ നിൽക്കുന്നത്. എന്നാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സെറ്റിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ പിന്നെ ആ സെറ്റിൽ വർക്ക് ചെയ്യില്ല എന്നും അഭിലാഷ് പിള്ള കൂട്ടിച്ചേർത്തു. വലിയ വിജയം നേടിയ ഉണ്ണി മുകുന്ദൻ ചിത്രം മാളികപ്പുറത്തിൻ്റെ തിരക്കഥാകൃത്താണ് അഭിലാഷ്. നൈറ്റ് ഡ്രൈവാണ് ആദ്യ ചിത്രം. കടാവർ, 10-ാം വളവ്, ആനന്ദ് ശ്രീബാല എന്നീ ചിത്രങ്ങളുടെയും രചയിതാവാണ്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 2 സംവിധായകർ അടക്കം 3 പേരെ
എക്സൈസ് പിടികൂടിയത്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും പുറമെ ഷാലിഫ് മുഹമ്മദ് എന്ന മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തിരുന്നു. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. അറസ്റ്റിന് ശേഷം ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഫ്ളാറ്റിൽ നിന്നാണ് മൂവരെയും പിടികൂടിയത്.